എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ രുചികരമായി തയ്യാറാക്കിയെടുത്ത ചട്നിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ചട്നി ഇതുവരെയും തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾക്ക് ഈ ഒരു ചട്നി ഇഡ്ലിയുടെയും ദോശയുടെയും അതുപോലെ തന്നെ മസാല ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കണമെങ്കിൽ അങ്ങനെയാവാം കേട്ടോ. ഇത് നമ്മൾക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് ചട്നി റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. നമ്മുടെ ഉഴുന്നുപരിപ്പിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ ഒരു 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. സവാളയേക്കാളും ടേസ്റ്റ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. നാളികേരം ഞാനിപ്പോൾ ഇതുപോലെ കൊത്തിയെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെറിയ നാളികേരം ചേർക്കണമെങ്കിൽ അങ്ങനെയാവാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്താൽ ബാക്കി സാധനങ്ങളെല്ലാം ഫ്രൈ ആയി വരുമ്പോഴേക്കും ഉഴുന്നുപരിപ്പ് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ആദ്യം തന്നെ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാളംപുളിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് പേര് എന്നോട് ഇതിനു മുൻപ് നമ്മൾ ചട്നി റെസിപ്പീസ് ചെയ്തപ്പം വാളംപുളി ഇതുപോലെ ചൂടാക്കി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല കേട്ടോ, കയ്പ്പൊന്നും വരില്ല. ആദ്യമേ ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു സമയത്ത് നമ്മൾ വാളംപുളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഇപ്പോൾ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്തതാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ കാഷ്യൂ നട്ട്സും അതുപോലെ കപ്പലണ്ടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ചേർക്കാതെ നമുക്ക് ഈ ഒരു ചട്നി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിറമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഞാനിപ്പോൾ ഒരു കൈപ്പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ചട്നി ഉണ്ടല്ലോ, ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം മല്ലിയില ചേർത്ത് കൊടുത്താൽ മാത്രമാണ് നമ്മൾക്ക് ആ ഒരു ഗ്രീൻ കളർ കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ആ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ഈ ചട്നി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആ ഒരു കളർ കിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമ്മുടെ ചാനലിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ആ നാളികേരമൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ആറിയതിന് ശേഷം വേണം നമ്മൾക്കിത് അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ഇനിയും 1-2 സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ സ്റ്റൗവിൽ നിന്നതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്കത് അരച്ച് കഴിഞ്ഞിട്ട് വേണിച്ചാൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു രീതിയിലായിരിക്കണം ഇത് അരഞ്ഞു കിട്ടേണ്ടത്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അങ്ങ് അരച്ചെടുക്കരുത്. ഈ ഒരു ചട്നി നമുക്ക് 2 രീതിയിൽ കഴിക്കാം. ചമ്മന്തിയായിട്ട് കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കാം. വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇന്ന് നമ്മളിത് എടുക്കുന്നത് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മൾ അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ട പോലെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ എന്താ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ എടുക്കണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് എടുക്കാം. ഇനി ചിലവർക്കൊക്കെ കുറച്ച് നല്ലോണം ഇഡ്ഡലിയിലൊക്കെ ഒഴിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അതാ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്തേക്ക് നേരത്തെ അരച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്കിതാ ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ തന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് 3-4 വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊന്ന് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാ നമ്മുടെ ചട്നിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്